ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കലാമണ്ഡലത്തിലെ താൽക്കാലിക അധ്യാപകരുൾപ്പെടെയുള്ളവരെ പിരിച്ചുവിട്ടതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. തിങ്കളാഴ്ച കലാമണ്ഡലത്തിൽ ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തും. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ ജീവനക്കാരെ പിരിച്ചുവിട്ടത്. ജീവനക്കാരെ പിരിച്ചുവിട്ടതിനാൽ വാച്ച്മാൻ, മെസ്സിലെ ജീവനക്കാർ, മറ്റു താൽക്കാലിക ജീവനക്കാരുൾപ്പെടെയുള്ളവർ ഞായറാഴ്ച ജോലിക്കെത്തിയില്ല. അതുകൊണ്ട് തന്നെ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടിലായി. 121 ജീവനക്കാരോടാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഡിസംബർ 1 മുതൽ ജോലിക്കെത്തേണ്ടെന്ന് അറിയിച്ചത്. ഇത് ജീവനക്കാരെക്കാളേറെ വിദ്യാർത്ഥികളെ ബാധിക്കും. കഥകളി, കൂടിയാട്ടം, ഓട്ടംതുള്ളൽ, ചെണ്ട, മറ്റു വാദ്യങ്ങൾ ഉൾപ്പെടെ 100-ലധികം കലകളാണ് കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നത്. ഇതിൽ സ്ഥിരം അധ്യാപകരും ജീവനക്കാരുമായി 60 പേരാണുള്ളതെന്ന് അധികൃതർ പറയുന്നു. ബാക്കിയുള്ളവർ താൽക്കാലിക ജീവനക്കാരാണ്. നൃത്തവും മറ്റു വിഭാഗങ്ങളിലെ അധ്യാപകരും ഉൾപ്പെടെ പുറത്തായതോടെ തിങ്കളാഴ്ച മുതൽ അധ്യാപനവും വലിയ പ്രതിസന്ധിയിലാകും. ശമ്പളം ഉൾപ്പെടെയുള്ള ചെലവുകൾക്കുള്ള ഫണ്ടില്ലാത്തതാണ് കൂട്ടപ്പിരിച്ചുവിടലിന് കാരണമായത്. 80 ലക്ഷത്തോളം രൂപയാണ് പ്രതിമാസം ആവശ്യം. ഇതിന്റെ പകുതിയോളം മാത്രമേ ഇപ്പോൾ സർക്കാരിൽ നിന്ന് ഗ്രാന്റായി ലഭിക്കുന്നുള്ളൂ എന്നതാണ് പ്രതിസന്ധി. അധ്യയന വർഷത്തെ ആദ്യ പകുതി എത്തും മുമ്പുണ്ടായ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്നതാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.